ഹായ്. എനിക്ക് ഓഗസ്റ്റ് 29 കോവിഡ് പോസിറ്റീവ് ആവണത്. അപ്പോൾ കുറേ പേരൊക്കെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, കോവിഡ് അല്ല, അത്ര വലിയൊരു സംഭവം ഒന്നല്ല, അതായത് ചെറിയൊരു പനി വരണ പോലെ വന്നു പോവുള്ളൂ, അതത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ചിലരൊക്കെ എങ്കിലും പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവിഡ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പനിയല്ല. അതായത് ഈ പോസിറ്റീവായിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനുള്ളത്, അത് ചെറിയൊരു പനിയല്ല. കാരണം എനിക്ക് ഓഗസ്റ്റ് 29 ഇപ്പോൾ കോവിഡ് പോസിറ്റീവ് ആവണത്. അപ്പോൾ ഈ കോവിഡ് പോസിറ്റീവ് ആവണായിട്ട് 2-3 ദിവസം മുമ്പ് മുതൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് പനി, പിന്നെ നല്ല മേലുവേദന, നല്ല തലവേദന, പിന്നെ ടേസ്റ്റ് കിട്ടാത്ത അവസ്ഥ, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളായിരുന്നു. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് നെഞ്ചുവേദനയായിരുന്നു. എനിക്ക് ഭയങ്കര നെഞ്ചുവേദനയായിരുന്നു. അതായത് നെഞ്ചുമ്പം ഭയങ്കര വലിയൊരു ഭാരം കയറ്റി വെച്ചേക്കണ ഒരു ഫീലായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രീത്തൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ലോങ് ബ്രീത്ത് എടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയത് ഈ നെഞ്ചുവേദനയായിരുന്നു. പിന്നെ കുറേ പേര് ഞാൻ പോസിറ്റീവായപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്തിട്ടൊക്കെ ടാബ്ലറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നിരുന്നത്, എന്തിട്ടൊക്കെ ചെയ്തിരുന്നതെന്നൊക്കെ. അപ്പോൾ അതിൽ എനിക്ക് 10 ദിവസം കൊണ്ട് എൻ്റെ നെഗറ്റീവായി. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ തന്നത് പാരസെറ്റമോളും പിന്നെ മൾട്ടിവിറ്റമിൻ്റെ ഈ ഒരു ടാബ്ലറ്റാണ് ഹോസ്പിറ്റലിൽ തന്നുള്ളൂ. പിന്നെ അവർ ചുമയുണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർ സിറപ്പ് തരും. അങ്ങനെ ഈ 3 കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ തന്നുള്ളൂ. ഇത് കൂടാണ്ട് ഞാൻ ചെയ്തത്, നെഗറ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്, ഒന്ന് മറ്റേ ഓറഞ്ച് തിന്നു. അത് നന്നായിട്ട് തിന്നു. നമുക്ക് ടേസ്റ്റൊന്നും അറിയും കൂടി ഇല്ല ആ സമയത്ത്, പക്ഷേ നന്നായിട്ടത് കഴിച്ചു. പിന്നെ നെല്ലിക്ക നന്നായിട്ട് കഴിച്ചു. ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്തു, ചൂടുവെള്ളം തന്നെ കുടിച്ചു. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി എനിക്ക് നെഗറ്റീവ് ആവാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ജപമാലയാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് 10 ദിവസത്തിനുള്ളിൽ ഞാൻ നെഗറ്റീവ് ആയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നെഗറ്റീവ് ആവാൻ വേണ്ടി ചെയ്തത്. പിന്നെ നമ്മളിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഈ മാസ്ക് വയ്ക്കാൻ കുറേ പേർക്കെങ്കിലും ഇഷ്ടമില്ലാത്തൊരു ഇതുണ്ട്. അപ്പോൾ അതെന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ എക്സ്ക്യൂസായിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെവി വേദന എടുക്കണു, പിന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ കുറച്ച് കുഞ്ഞു എക്സ്ക്യൂസുകളാണ് നമ്മൾ അതിന് പറയണേ, അതായത് മാസ്ക് വയ്ക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴും മാസ്ക് ധരിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ കോവിഡിനെ മാറ്റി നിർത്താനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഇത് ചെറിയൊരു പനിയല്ല. കാരണം നല്ല പെയിനായിരുന്നു എനിക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇതൊരു ചെറിയ പനിയാണെന്ന് വിചാരിച്ച് നിൽക്കരുത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു മാസ്ക് വയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ. ഞങ്ങൾ നോക്കിയിരുന്ന നഴ്സുമാരും ഡോക്ടർമാരും എന്നൊക്കെ പറഞ്ഞാൽ അവർ ഫുൾ PPE കിറ്റ് ഇട്ടിട്ടാണ് നിന്നിരുന്നത്. നമുക്കറിയാം കോവിഡ് വാർഡിൽ എന്തായാലും PPE കിറ്റ് ഇട്ടിട്ടാണ് ഡോക്ടേഴ്സും നഴ്സുമാരും വരാം. പക്ഷേ നമ്മൾ കാണുമ്പോൾ അവരെ കാണാൻ നല്ല ഭംഗി, അതായത് ബൊമ്മക്കുട്ടികളുടെ പോലെ അവർ ഫുൾ കവർ ചെയ്ത് നല്ല രസമായിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും. പക്ഷേ അതായത് അവർ ഒരു ബോഡിയുടെ കുഞ്ഞൊരു പാർട്ട് പോലും അവർ കാണിക്കാണ്ടാണ് ഫുൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫുള്ളും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അവരിങ്ങനെ നിൽക്കുമ്പോൾ എന്തോരം ബുദ്ധിമുട്ടുണ്ട്. അതായത് ഒരു വലിയൊരു കണ്ണട പോലത്തെ ഒരു സംഭവം കണ്ടിട്ടില്ലേ നമ്മൾ അവർ വെക്കണത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇവർ ഈ വയർത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വയർപ്പൊഴുകിയിട്ട് ഇതിമൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ അവർക്ക് ഒന്നും വായിക്കാൻ കൂടിയും പറ്റില്ല. അപ്പോൾ ഈ എല്ലാ ദിവസവും നമുക്ക് പൾസ് ഓക്സിമീറ്റർ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മുടെ പൾസും പിന്നെ ഓക്സിജൻ്റെ ഇതൊക്കെ ലെവലൊക്കെ നോക്കും. അപ്പോൾ അതിൻ്റെ റീഡിങ് പോലും ഇവർക്ക് വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ നമ്മളുടെ അടുത്ത് ചോദിക്കും, ഇതിൻ്റെ റീഡിംഗ് ഒന്ന് പറഞ്ഞിട്ട് ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് അവരങ്ങനെ ചോദിക്കുമ്പോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയ്ക്കും ത്യാഗം സഹിച്ചിട്ടാണ് ഓരോ കോവിഡ് പേഷ്യൻസിനെയും നോക്കണത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് മാസ്ക് വയ്ക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും മാസ്ക് വയ്ക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, ഒരിക്കലും കോവിഡിനെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റാണ്ടിരിക്കുക. പിന്നെ കോവിഡ് വന്നവർ ചിലർ വിചാരിക്കുന്നുണ്ടാവും ഇത് വരില്ല എന്ന്, പക്ഷേ കോവിഡ് ഇനിയും വരും. അപ്പോൾ കോവിഡ് വന്നവർ ഇനി വരില്ല എന്ന് വിചാരിച്ച് ആശ്വസിക്കും വേണ്ട. കോവിഡ് വരാത്തവർ ഇതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും വേണ്ട. കാരണം കോവിഡിന് ഒരിക്കലും ആർക്കും വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം അത്രയ്ക്കും പെയിൻഫുള്ളായിരുന്നു. പിന്നെ അപ്പോൾ ആർക്കും കോവിഡ് വരരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. ശരി.